പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹമായി തീർക്കേണ്ടത് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് ആണ്. ദൈവം ഇന്ന് രാത്രിയിലും തന്നെ ശക്തമായി ഉപയോഗിക്കും. ചാക്കോ ആന്റണി പാസ്റ്റർ. സമ്പന്നനും വാക്തത്വങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവ് നല്ലൊരു പകൽ ഞങ്ങളെ വിട്ട് കടന്നുപോയി ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അവിടുത്തെ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്ന മാത്യു പി തോമസ് പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത കരം കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും പതിയത്തക്കവണ്ണം ഇന്ന് എടുക്കുന്ന ക്ലാസ് ആത്മാവിൽ ഞങ്ങളോട് കൃത്യമായിട്ട് കർത്താവിൻ്റെ ശബ്ദം ഞങ്ങൾ സ്പർശിക്കത്തക്കവണ്ണം കർത്താവിൻ്റെ വ്യക്തമായി ഈ ദിവസങ്ങൾ പഠിക്കുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ തക്കവണ്ണം ഞങ്ങൾ അവിടുന്ന് ശക്തമായ കരങ്ങളിൽ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ മുറിവേറ്റ് ഹോസ്പിറ്റലായിരിക്കുന്ന പ്രിയ സിസ്റ്റർ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ പ്രിയമകളുടെ പിതാവിനെയും അംഗങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കുടുംബത്തിന്മേൽ ആശ്വാസത്തിന്റെ കരം, സൗഖ്യത്തിന്റെ കരം അങ്ങ് നീട്ടുമാറാകണം. നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഞങ്ങളായിരിക്കാൻ സഹായിക്കണം. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പങ്കെടുക്കാൻ ഇടയാക്കണം. പ്രാർത്ഥന യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ചില സാങ്കേതികമായ തടസ്സങ്ങൾ നേരിട്ടു. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഞാൻ യാത്രയിലായതുകൊണ്ട് നെറ്റിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിലാണ്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവവചന പഠനത്തിനായി ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനം ഈ സമയം അറിയിക്കുന്നു. പ്രത്യേക ഈ ക്ലാസ് ലീലാകൃഷ്ണൻ അൺമ്യൂട്ട് ചെയ്താട്ടെ. പാസ്റ്റർ ലാലു ജേക്കബ്, അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ബൈബിൾ പഠനത്തിനായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള വന്ദനം ഈ സമയം അറിയിക്കുകയാണ്. വീണ്ടും നമുക്കൊരിക്കൽ കൂടെ ദൈവത്തിൻ്റെ പഠനത്തിനായി കടന്നു വരുവാൻ ദൈവം അവസരം തന്നല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം പ്രിയ പാസ്റ്റർ ലാലു ജെക്ക് പറഞ്ഞ യാത്രയിൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ ആരംഭിക്കുന്നു. നമ്മൾ ഏഞ്ചലോളജി എന്ന സബ്ജക്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂതശാസ്ത്രത്തിന്റെ സെക്കൻഡ് പാർട്ടായിരുന്നു ഭൂതശാസ്ത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സംഭവമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കാര്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ദൂതന്മാരെ കുറിച്ചുള്ള പഠനം കഴിഞ്ഞിട്ട് ഭൂതശാസ്ത്രത്തിലേക്ക് വന്നപ്പോൾ ഭൂതങ്ങളുടെ തലവനാണ് സാത്താൻ എന്ന് പറഞ്ഞു തുടങ്ങി. നമ്മൾ സാത്താനെ കുറിച്ചുള്ള പഠനം അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ വേണ്ടി തിരിച്ചറിയാനായി നമ്മൾ ആ ഭാഗങ്ങൾ ശരിയായി
പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. സാത്താന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റായി പഠിച്ചു നിർത്തിയത്. സാത്താന്റെ പ്രവർത്തനങ്ങളിൽ വളരെ ഗൗരവമുള്ള ചില പാഠങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഒരു സെക്ഷൻ നമ്മൾ കവറപ്പ് ചെയ്തതാണ്. സാത്താന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചല്ല. അപ്പൊ തന്നെ ലാസ്റ്റ് വന്നപ്പോൾ മിസ്റ്ററി ഓഫ് സൈറ്റാൻ, സാത്താന്റെ മർമ്മം എന്തായിരുന്നു, ട്രിനിറ്റി ഓഫ് സൈറ്റാൻ, സാത്താന്റെ തൃത്വം എന്തായിരുന്നു, എൻഡ് ഓഫ് സൈറ്റാൻ, സാത്താന്റെ അന്ത്യം എന്താണ്. അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. ഇന്നത്തെ ക്ലാസ്സുകൾ ഒന്ന് ഓവർകമ്മിങ് സൈറ്റാൻ, സാത്താനെ ജയിക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മൾ സാത്താനെ ജയിക്കുന്നത്. ശ്രദ്ധിക്കുക. എന്തായാലും എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ വളരെ ഗൗരവമായി പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. സാത്താനും ദൈവവും ഈക്വൽ ഫോഴ്സസ് അല്ല. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് സാത്താൻ. അതുകൊണ്ട് സാത്താനെ ജയിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? സാത്താനെ ജയിക്കുവാൻ ഒന്നാമത് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗം തന്നെ കൊലോസ്യർ 2-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വേദവാക്യങ്ങൾ, എബ്രായർ 2:14-15, എഫേഷ്യൻസ് 1:21, 22, 2:6. ഇതിൽ ആദ്യത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വേദവാക്യങ്ങൾ. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഓക്കെ, മതി. 15 വരെ ഞാൻ അത്രയും വായിച്ചോട്ടെ എന്ന് വിചാരിച്ചത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സാത്താനെ തോൽപ്പിച്ചു എന്നല്ലേ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. വായിച്ചു വന്നതിനകത്തൊരു ഞാനൊന്ന് ഇടപെടട്ടെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാലെന്നല്ല, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന കയ്യെഴുത്തിനെ മായ്ച്ചു. അതാണ് അതിന്റെ ശരിയായ പ്രയോഗം. അപ്പൊ ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായ കയ്യെഴുത്തിനെ മായ്ച്ചുകൊണ്ട് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്റ്റോളജി പഠിച്ച നമുക്ക് ഞാൻ അവിടെ ഒത്തിരി പറയേണ്ട ആവശ്യം ഇല്ല എന്നെനിക്കറിയാം. എന്നാൽ എന്തുകൊണ്ട് ഞാൻ ഈ വാക്യം എടുത്തു എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഞാൻ പറയാം. ഒന്ന്, യേശുക്രിസ്തു സാത്താനെ ജയിച്ച ജയം നമ്മുടേതാക്കി മാറ്റുക. അപ്പൊ ക്രിസ്തുവിന്റെ വിജയം നമ്മുടേതാക്കുക. അപ്പോൾ തന്നെ നാം ശ്രദ്ധിക്കുക, അപ്പൊ സാത്താനെ പരാജയപ്പെടുത്തുവാൻ, സാത്താനെ ജയിക്കുവാൻ ക്രിസ്തുവിലുള്ള ജയമാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. കാരണം യേശു ക്രിസ്തു സാത്താനെ ജയിച്ച ആളാണ്. യേശു ക്രിസ്തു സാത്താനെ തോൽപ്പിച്ചു. അപ്പോ ആ ക്രിസ്തുവിന്റെ വിജയം നമ്മുടേതാക്കുക. അതാണ് ഇതിന് കൊടുക്കാവുന്ന ഒന്നാമത്തെ കാര്യം. ക്രിസ്തുവിന്റെ വിജയം നമ്മുടേതാക്കുക.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എത്ര ക്ലിയർ ആയിട്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് കീഴടങ്ങുവീൻ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അനുഭവ സമ്പത്തുള്ള യാക്കോബല്ലേ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നാം ശരിയായും ഗ്രഹിക്കുവാനായിട്ട് അത് ഇടയായിത്തീരണം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലും 1 യോഹന്നാൻ 2:15 ഒരു നിമിഷം ഒന്ന് വായിക്കൂ. 1 യോഹന്നാൻ 2:15. 1 John chapter 2 verse 15. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ഓക്കെ, ലോകത്തെയും അതിനുള്ളതിനെയും നാം സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അപ്പൊ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് പറയുമ്പോൾ ലോക സ്നേഹത്തിലേക്ക് നമ്മൾ ഇടപെടരുത്. നമ്മൾ അതിന് ലിമിറ്റ് ഇടണം എന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പിശാചിനോട് എതിർത്ത് നിൽക്കുക. മൂന്നാമത്തെ കാര്യം എന്താ നോക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ആണെങ്കിലും ആദ്യം 10 വായിക്കുക. എല്ലാം വായിച്ച സമയം കളയണ്ട. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സർവ്വലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഓക്കെ, ഇനിയും അതിന്റെ 13-ാം വാക്യം വായിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചാൽ സാത്താന് നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. എത്ര ക്ലിയർ ആയിട്ടാണ് എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞത്. ദൈവത്തിന്റെ സർവായുധ വർഗം നിങ്ങൾ ധരിച്ചാൽ മതി. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക. അപ്പൊ എന്താണ് ദൈവത്തിന്റെ സർവായുധ വർഗം? 14-ാമത്തെ വാക്യത്തിലാണ് ദൈവത്തിന്റെ സർവായുധ വർഗം എന്താന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരോസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. പദങ്ങൾ കണ്ടോ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ അരയ്ക്ക് സത്യം കെട്ടുക. സത്യമുള്ളവരായി നമ്മൾ ജീവിക്കുമെങ്കിൽ സാത്താന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരീയമായ ഒരു കോട്ടല്ല. ഇവിടെ പൗലോസ് റോമൻ പടയാളി നിൽക്കുന്നത് കണ്ടോണ്ടാണ് താനത് എഴുതുന്നത്. റോമൻ പടയാളിയെ മുന്നിൽ കണ്ടു നോക്കിയപ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്ന കോട്ടും കയ്യിൽ പിടിച്ചിരിക്കുന്ന പരിചയും ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്ന വാളും ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് പൗലോസ് പറഞ്ഞത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. ഈ റോമൻ ആർമിയുടെ സർവായുധ വർഗമല്ല, ദൈവത്തിന്റെ സർവായുധ വർഗം. അതെന്താണ്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക. അപ്പൊ നമ്പർ 1, സത്യസന്ധതയോടെ ജീവിക്കുന്ന ഒരുവനെ സാത്താൻ ഒരിക്കലും അടിമപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താണ് നിങ്ങൾക്കറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ,
നിങ്ങൾ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതലേ കൊലപാതകനാണ്. മാത്രമല്ല, അവൻ ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിന്റെ അപ്പനുമാകുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കള്ളം പറയുന്നത് സാത്താനാണ്. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഞാനോ നിങ്ങളോ ഒരിക്കലെങ്കിലും കള്ളം പറയുമ്പോൾ, കള്ളം പറയുന്ന സമയം നമ്മിൽ സാത്താന്യ വ്യാപാരമായിരിക്കുമെന്ന് ഗ്രഹിച്ചാൽ നന്ന്. അപ്പൊ നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. ആ സോൾജിയറിനെ അദ്ദേഹം അതുപോലെ തന്നെ ഒരാത്മീയ നിലയിലേക്ക് താൻ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുക. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച കയ്യിൽ പിടിച്ചിരിക്കുന്നത് പരിചയ വിശ്വാസം. രക്ഷ എന്ന ശിരസ്ത്രം, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്, കയ്യിൽ പിടിച്ചിരിക്കുന്ന വാളിന്റെ പേര് ദൈവവചനം. എത്ര ക്ലിയർ ആയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അപ്പോ സാത്താനെ ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. നമ്പർ 4, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, മത്തായി സുവിശേഷം 28:18 വാക്യം. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് നാം ഒരിക്കലും നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കരുത് സാത്താനെ ജയിക്കാൻ. പകരം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ച യേശു ക്രിസ്തുവിന്റെ ശക്തിയിലായിരിക്കണം നാം ആശ്രയിക്കേണ്ടത്. യേശു ക്രിസ്തുവിനാലാണ് ഇത് സാധിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ശക്തിയിൽ നാം ആശ്രയിക്കുക. എഫെസ്യർ 1:20 മുതലുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളതും മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കല്ലറകളിൽ ചെന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് എത്തിയിരിക്കുന്നു എന്നാണ് എഫെസ്യർ 1:20-22 വാക്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ യേശുവിന്റെ ശക്തി എത്ര ഭയങ്കരമാണ്. എഫെസ്യർ 1:20 മുതൽ ഒന്ന് വായിക്കൂ. ആ യേശു ക്രിസ്തുവിന്റെ പവർ എന്താണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഉണ്ടോ? നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കരുത്. പകരം സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് പിതാവിന്റെ വലത്തുഭാഗത്ത് എത്തി മരണത്തെ ജയിച്ച്, ഉണ്ടോ, കല്ലറകളെ ജയിച്ച് അവനെ കല്ലറയിൽ ഉയർപ്പിച്ചവന്റെ ശക്തി പിതാവിന്റെ സന്നിധിയിൽ ഇരുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ യേശു ക്രിസ്തുവിൽ നാം ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് സാത്താനെ ജയിക്കാൻ കഴിയുന്നത്. ഓക്കെ, ഓവർകമ്മിങ് സേറ്റൻ. 4 കാര്യം പറഞ്ഞത് ക്രിസ്തുവിന്റെ വിജയം നമ്മുടേതാക്കുക.
2 പിശാചിനോട് എതിർത്ത് നിൽക്കുക. 3 സർവായുധവർഗം ധരിക്കുക. 4 സ്വന്തം ശക്തിയിൽ ആശ്രയിക്കരുത്, പകരം ക്രിസ്തുവിന്റെ ശക്തിയിൽ ആശ്രയിക്കുക. നെക്സ്റ്റ് വൺ, ഡീമൺസ്, ഭൂതങ്ങൾ. എന്താണ് ഭൂതങ്ങൾ? ഭൂതങ്ങൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഭൂതങ്ങൾ. അപ്പൊ തന്നെ നിങ്ങൾ നോക്കുക, ഈ ഭൂതങ്ങളുടെ തലവനാണ് സാത്താൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇതുവരെ സാത്താനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. അല്പ ചില കാര്യം ഭൂതങ്ങളെ കുറിച്ച്, രണ്ടും അർത്ഥാൽ ഒന്ന് തന്നെയെങ്കിലും ഭൂതങ്ങളുടെ തലവനാണ് സാത്താൻ എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഭൂതങ്ങളെ കുറിച്ച് ചില വാക്കുകൾ കൂടെ പറയാം. നോക്കൂ, അതിന്റെ ടെർമിനോളജി. ഭൂതങ്ങൾ എന്നുള്ള ടെർമിനോളജിയാണ് ഡൈമോൺ എന്ന് ഗ്രീക്കിൽ പറയുന്നു. DAIMON, ഡൈമോൺ ഗ്രീക്ക്. DEMON, ഡീമോൺ ഇംഗ്ലീഷ്. മലയാളത്തിൽ ദുരാത്മാക്കളെന്നോ ഭൂതങ്ങളെന്നോ നമുക്ക് പറയാം. ഓക്കെ, ഭൂതങ്ങളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയാണ്, ഒരു മുഖവുര. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂതങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച്, ഈ ഒറിജിൻ ഓഫ് ഡീമൺസ്, ഭൂതങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച് കുറഞ്ഞൊരു 3-4 ചിന്തകൾ, 3-5 വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട്. എങ്ങനെയാണ് ഈ ഭൂതങ്ങൾ ഉണ്ടായത്? ഒന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കളാണ് ഭൂതങ്ങൾ എന്നുള്ളതാണ് ഒരു ചിന്ത. മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കളാണ് ഭൂതങ്ങൾ. ഇങ്ങനെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, പ്രീ ആഡമൈറ്റ്സ് ഹ്യൂമൻസ്, ആദമിന് മുൻപ് ഇവിടെ ഒരു കൂട്ടം ആളുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നും ലൂസിഫർ അവിടെ തലവനായിരുന്നു. എന്നാൽ ദൈവത്തോട് മത്സരിച്ചപ്പോൾ അവന്റെ ശരീരം ദൈവം നഷ്ടപ്പെടുത്തി. അവരാണ് ഭൂതങ്ങൾ. പ്രീ ആഡമൈറ്റ്സ് തിയറി എന്ന് വേണേൽ പറയാം. ആദമിന് മുൻപ് ഉണ്ടായിരുന്ന മനുഷ്യരാണ്, അവരുടെ ആത്മാക്കളാണ് ഭൂതങ്ങൾ എന്നുള്ളതാണ് രണ്ടാമത്തെ മറ്റൊരു ചിന്താഗതി. മൂന്നാമത്തെ മറ്റൊരു അഭിപ്രായം, ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിനകത്തൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി 6-ാം അധ്യായത്തിനകത്ത് മനുഷ്യരുടെ പുത്രിമാരെ ദൈവത്തിന്റെ പുത്രന്മാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. അവരുമായി ഉണ്ടായ വേഴ്ചയുടെ ഫലമായി ഉണ്ടായ ആളുകളുടെ ആത്മാക്കളാണ് ഭൂതങ്ങൾ എന്ന് ചിലർ വാദിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ എഴുതിയിരിക്കുന്നത് ശരിയായി അപഗ്രഥിച്ച് നിങ്ങൾ പഠിക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. മനുഷ്യരുടെ പുത്രന്മാരെന്നും മനുഷ്യരുടെ പുത്രിമാരെന്നും ദൈവത്തിന്റെ പുത്രന്മാർ എന്നും പറയുന്നു. ദൂതന്മാരെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദൈവത്തിന്റെ ദൂതന്മാരല്ല, ഒരിക്കലുമല്ല. ശേത്തിന്റെ മക്കളെ കുറിച്ചാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിട്ടുള്ളത്. ശേത്തിന്റെ മക്കൾ 5-ാം അധ്യായത്തിനകത്ത് തന്നെ ജീനിയോളജി വളരെ വ്യക്തമായി ഉൽപ്പത്തിയിൽ കിടപ്പുണ്ട്. 4-ാം അധ്യായത്തിൽ കയ്യിന്റെ ജീനിയോളജിയും പറഞ്ഞിട്ടുണ്ട്. കയ്യിന്റെ ജീനിയോളജിയിൽ ഉള്ളവരെയാണ് മനുഷ്യരുടെ പുത്രിമാരെന്നും ഷേത്തിന്റെ ജീനിയോളജിയിൽപ്പെട്ടവരെയാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്നും പറഞ്ഞത്. തന്നെയുമല്ല, 6-ാം അധ്യായം നിങ്ങൾ മനസ്സിരുത്തി നിങ്ങൾ ശതമായി വായിച്ചാൽ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഒത്തിരി കൺഫ്യൂഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ഉള്ളിൽ സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൂതന്മാരുടെ ഉള്ളിൽ വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നവിടെ എഴുതിയിട്ടില്ല.
പിന്നീട് അവിടെ ഓരോ പദങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. ദൈവം മനുഷ്യനെ പ്രതീക്ഷകളോടെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി മനുഷ്യൻ ദോഷം തന്നെ ചെയ്തു എന്നാണ് ആ പാരഗ്രാഫിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചാൽ ദൈവദൂതന്മാർ അങ്ങനെ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യമല്ല. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അരിക്കൽ സദൂക്യർ വന്നൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം എന്തായിരുന്നു? ഒരു സ്ത്രീ വിവാഹം കഴിച്ചു, ഭർത്താവ് മരിച്ചുപോയി. ദേവരകർമ്മം നിർവഹിക്കാൻ മറ്റൊരു പുരുഷനെ കല്യാണം കഴിച്ചു, അവനും മരിച്ചു, മക്കളില്ലായിരുന്നു. അതുകൊണ്ട് വേറൊരു പുരുഷനെ കല്യാണം കഴിച്ചു, അങ്ങനെ അവനും മരിച്ചു. 7 പേരെ കല്യാണം കഴിച്ചു, 7 പേരും മരിച്ചു, മക്കളും ഇല്ല. ഒടുവിൽ സ്ത്രീയും മരിച്ചു. യേശുവേ, സദൂക്യർ യേശുവിനോട് ചോദിച്ച ചോദ്യം ബൈബിളിൽ വലിയ അക്ഷരത്തിൽ കിടക്കുന്ന കാര്യമായി പറയുന്നത്. യേശുവേ, നീ പറയുന്ന സ്വർഗരാജ്യത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും? 7 പേർക്ക് ഭാര്യയായില്ലേ? ന്യായമായ ചോദ്യം യേശുവിന് മുമ്പിൽ ചോദിച്ചു. യേശു ക്രിസ്തു കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ഇങ്ങനെയാ കൊടുത്ത മറുപടി: ഈ ലോകത്തിലെ വിവാഹവും വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതും ഒക്കെ ഉള്ളൂ. ഈ ലോകം കഴിഞ്ഞാൽ അങ്ങനെയില്ല. അവർ ദൈവദൂത തുല്യന്മാരെ പോലെയാകും. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ അവർ വിവാഹം കഴിക്കുന്നവരല്ല, വിവാഹം കഴിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇങ്ങനെ ഒരു ചിന്താഗതി ആരിലോ ഒക്കെ വന്നിട്ടുണ്ട്. അതും തെറ്റായ ചിന്താഗതിയാണ്. മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കളല്ല ഭൂതങ്ങൾ. ആദമിന് മുൻപ് ജീവിച്ചിരുന്നവരിൽ നിന്ന് അവരുടെ ആത്മാക്കളാണ് ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദൈവദൂതന്മാരുടെ വേഴ്ചയുടെ ഫലമായി ഉണ്ടായ അതെ അവരുടെ ആത്മാക്കളാണ് ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 4-ാമത്തെ ആശയം, സൃഷ്ടികളിൽ ഏറ്റവും അവസാനത്തേതാണ് ഭൂതങ്ങളെന്ന് പഠിപ്പിക്കുന്ന വേറൊരു പഠന ശൃംഖലയുണ്ട്. 5-ാമത്തെ കാര്യം, ലൂസിഫറിന്റെ കൂട്ടത്തിൽ 3-ൽ-1 ദൂതന്മാർ കൂടി സ്വർഗത്തിൽ നിന്ന് പോന്നു, അവരാണ് ഭൂതങ്ങൾ. ഇതിനാണ് തെളിവുകൾ ഉള്ളത്. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 25:41, വെളിപ്പാട് പുസ്തകം 12:4. 2 വാക്യം ദയവായി 2 പേരൊന്ന് എടുക്കണേ, വളരെ വേഗം ഒന്ന് എടുക്കുക. മത്തായി 25:41, റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 4. പിന്നെ അവൻ ഇടത്തുള്ളവരോടെ, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. മതി. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് യേശു ക്രിസ്തു പറയുന്നു. വെളിപ്പാട് പുസ്തകം 12:4. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നു. കളവാൻ മഹാസർപ്പം അവരുടെ മുമ്പിൽ നിന്നു. ഓക്കെ, അപ്പൊ 3-1 ദൂതന്മാരെയും കൂട്ടി പോന്നു എന്ന് നമുക്കതിൽ വ്യക്തമായ രേഖയുണ്ട്. ഇനിയും നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിലോ എഹെസ്കേലിന്റെ പുസ്തകത്തിലോ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ പോലും വെളിപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട് ക്ലിയർ ആയിട്ട്. അപ്പൊ ലൂസിഫറിന്റെ കൂട്ടത്തിൽ 3-1 ദൂതന്മാർ കൂടെ സ്വർഗത്തിൽ നിന്ന് പോന്നു. ഇവരാണ് സത്യത്തിൽ ഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ മുഖവുര നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കളാണ് ഭൂതങ്ങളെന്ന് ചിലർ വാദിക്കാറുണ്ട്. ആദമിന് മുമ്പ് ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നെന്നും അവരുടെ തലവൻ ലൂസിഫർ ആയിരുന്നെന്നും അവരുടെ ശരീരം ദൈവം നഷ്ടപ്പെടുത്തിയപ്പോൾ അവരാണ് ഭൂതങ്ങൾ എന്ന് വാദിക്കുന്ന 2-ാമത്തെ വാദമുണ്ട്. 3 ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നടക്കുന്ന വേഴ്ച ദൈവപുത്രന്മാരെന്ന് പറഞ്ഞ ദൂതന്മാരാണെന്നും അതുകൊണ്ട് അവരെ ദൈവം നിർവീര്യമാക്കി കളഞ്ഞു, അവരാണ് ഭൂതങ്ങളെന്നും വാദിക്കുന്ന 3-ാമത്തെ വാദമുണ്ട്. 4-ാമത്തെ, സൃഷ്ടികളിൽ ഏറ്റവും അവസാനത്തെ സൃഷ്ടിയാണ് ഭൂതങ്ങൾ എന്നുള്ള വാദഗതികളുണ്ട്. ഇതിൽ എൻ്റെ കോൺസെപ്റ്റ് പറയാം. ഞാൻ വിശ്വസിക്കുന്നത് ഈ 4 വാദങ്ങളും തെറ്റാണ്. 5-ാമത്തേതാണ് ശരി. ലൂസിഫറിന്റെ കൂടെ 3-1 ദൂതന്മാർ താഴേക്ക് പോന്നു, അവരാണ് ഭൂതങ്ങൾ.
നെക്സ്റ്റ്, എക്സിസ്റ്റൻസ് ഓഫ് ഡീമൻസ്. ഭൂതങ്ങളുടെ അസ്തിത്വം എന്താണ്? ഭൂതങ്ങൾക്ക് അസ്തിത്വം ഉണ്ടോ? ഭൂതങ്ങളുടെ അസ്തിത്വം എന്താണെന്ന് നോക്കുക. പഴയ നിയമത്തിൽ എബ്രായ വിശ്വാസം അനുസരിച്ച് മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ആത്മീയ ആത്മജീവികളുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ് ചാപ്റ്റർ 9 വേഴ്സ് 23 ദയവായി ഒരാളൊന്ന് വായിച്ചാൽ. ന്യായാധിപന്മാരുടെ പുസ്തകം 9:23. ഹലോ, അബീമേലേക്ക് ഇസ്രയേലിനെ 3 സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബീമേലേക്കിനെ ശേഖേം പൗരന്മാർക്കും തമ്മിൽ ഛിദ്രം ബുദ്ധി വരുത്തി. ശേഖേം പൗരൻ അബീമേലേക്കിനോട് ദ്രോഹം തുടങ്ങി. അങ്ങനെ യെരുബ്ബാബേലിന്റെ 70 പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബീമേലേക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവനും തുണയായിരുന്നു. ശേഖേം പൗരന്മാരും ചുമക്കുകയും ചെയ്തു. ഓക്കെ, എന്നാൽ 1 ശമൂവേൽ എന്ന് നോക്കി. 1 ശമൂവേൽ 16-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ഓക്കെ, യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു എന്ന് 1 ശമൂവേൽ 16:14 18-ാമത്തെ വാക്യോ. ബെത്ലഹേമിനായ ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ട് അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനും ആയിരുന്നു. യഹോവയും അവനോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവിനെ അയച്ചു എന്ന് 1 ശമൂവേൽ 16:14 നമ്മുടെ പഠനം ഏത് മേഖലയിൽ ഇപ്പൊ പോകുന്നത് മനസ്സിലാക്കണം. എക്സിസ്റ്റൻസ് ഓഫ് ഡീമൻസ് ആണ്. അതായത് ഭൂതങ്ങൾ ഉണ്ടോ? ഉണ്ട്. ദൈവത്തിങ്കൽ നിന്ന് ദുരാത്മാക്കൾ അവന്റെ മേൽ വന്നു എന്ന് എഴുതി വച്ചിരിക്കുന്നു. അപ്പൊ പഴയ നിയമത്തിൽ യഹൂദന്മാരും വിശ്വസിച്ചിരുന്നു ഭൂതങ്ങൾ ഉണ്ടെന്ന്. എക്സിസ്റ്റൻസ് ഓഫ് ഡീമൻസ്. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വന്നാലോ, ഇൻ 80 മോർ ദാൻ 100 ടൈംസ് 100 പ്രാവശ്യമെങ്കിലും ഭൂതങ്ങളെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പുതിയ നിയമത്തിൽ തന്നെ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഞാനിതിന് 1-2 വാക്യങ്ങൾ കുറിച്ചെന്നേ ഉള്ളൂ. 100 വാക്യങ്ങളെങ്കിലും ഭൂതങ്ങളെ കുറിച്ച് പുതിയ നിയമത്തിലുണ്ട്. മത്തായി 8:16. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തന്മാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്യം വരുത്തി, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്ന് എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ തന്നെ. ഓക്കെ, അപ്പം പല ഭൂതഗ്രസ്തരെയും കൊണ്ടുവന്നു. നമ്മുടെ ചിന്ത പിടികിട്ടിയല്ലോ. എക്സിസ്റ്റൻസ് ഓഫ് ഡീമൻസ് ആണ് ഭൂതങ്ങളുടെ അസ്തിത്വം. അവ ഭൂതഗ്രസ്തരെ പലരെയും യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു എന്ന് പുതിയ നിയമത്തിൽ 100 വാക്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊരു വാക്യം ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. 8:16, 12:27 അതുപോലെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, ഭൂതങ്ങളുണ്ട്. അപ്പൊ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ സമർത്ഥിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എക്സിസ്റ്റൻസ് ഓഫ് ഡീമൻസ്. ഭൂതങ്ങളുണ്ട്. അടുത്തൊരു ഹെഡിങ്, നേച്ചർ ഓഫ് ഡീമൻസ്. ഈ ഭൂതങ്ങളുടെ സ്വഭാവങ്ങൾ, നേച്ചർ, ഭൂതങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഡീമൻസ്. നമ്പർ 1, ഇവ ആത്മാക്കൾ തന്നെയാണ്, സ്പിരിറ്റ് ബീയിങ്സ് ആണ്. നമ്പർ 2, സർവസാന്നിധ്യമില്ല. ഡീമൻസ് ആർ നോട്ട് ഓമിനി പ്രസൻസ്. ഒരിക്കലും ഭൂതങ്ങൾ സർവ സാന്നിധ്യമുള്ളവർ, സർവ വ്യാപിയായിട്ടുള്ളവരല്ല ഭൂതങ്ങൾ. ഡീമൻസ് ആർ നോട്ട് ഓമിനി പ്രസന്റ്. ഡീമൻസ് ആർ നോട്ട് ഓമിനി പൊട്ടന്റ്. സർവശക്തി അവകൾക്കില്ല.
ഡീമൻസ് ആർ നോട്ട് ഒമിനീഷ്യന്റ്. സർവജ്ഞാനം ഭൂതങ്ങൾക്കില്ല. പിന്നെ ആരാണ് ഭൂതങ്ങൾ? സാത്താന്റെ ദൂതന്മാരാണ് ഭൂതങ്ങൾ. ഏഞ്ചൽസ് ഓഫ് സൈറ്റാൻ ആർ ഡീമൻസ്. സാത്താന്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൂതന്മാരെയാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നു. അവരാണ് ഭൂതങ്ങൾ. ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്പർ 6, ഡീമൻസ് ആർ റിയൽ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഭൂതങ്ങളുണ്ട്, യാഥാർത്ഥ്യമാണ്. ഭൂതങ്ങളില്ല എന്ന് പറഞ്ഞ് യഥേഷ്ടം ജീവിക്കുന്നതും ഉണ്ട് എന്ന് പറഞ്ഞ് അമിത പ്രാധാന്യത കൊടുത്ത് ജീവിക്കുന്നതും രണ്ടും ഒരുപോലെ അപകടകരമായിരിക്കും. അതുകൊണ്ട് ഭൂതങ്ങളുണ്ട്. ഓക്കെ, കമോൺ നെക്സ്റ്റ്. ഈ സ്ലൈഡ് ഞാൻ മാറ്റുന്നു. പഴയ നിയമത്തിൽ ഭൂതങ്ങളുടെ സാന്നിധ്യം, പുതിയ നിയമത്തിൽ ഭൂതങ്ങളുടെ സാന്നിധ്യം. ദ നേച്ചർ ഓഫ് ഡീമൻസ്. ആത്മാക്കളാണ്. സർവസാന്നിധ്യം ഇല്ല, സർവശക്തി ഇല്ല, സർവജ്ഞാനമില്ല. സാത്താന്റെ ദൂതന്മാരാണ് ഭൂതങ്ങൾ. അപ്പോൾ തന്നെ ഇത് റിയൽ ആണ്, യാഥാർത്ഥ്യമാണ്. ദെൻ വർക്ക്സ് ഓഫ് ഡീമൻസ്. ഭൂതങ്ങളുടെ പ്രവർത്തികൾ എന്തൊക്കെയാണ്? നമ്പർ 1, എളുപ്പമുണ്ട്. സാത്താന്റെ പ്രവൃത്തികളെ നടപ്പാക്കുക. നമ്മൾ സാത്താന്റെ പ്രവൃത്തികൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഈ സാത്താന്റെ പ്രവൃത്തികളെ മുഴുവൻ നടപ്പിലാക്കുന്നത് ഭൂതങ്ങളാണ്, അല്ലെങ്കിൽ സാത്താന്റെ ഏജന്റുമാർ. അവരെയാണ് നമ്മൾ ഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സാത്താന്റെ പ്രവൃത്തികളെ മുഴുവൻ നടപ്പിലാക്കുന്നതാണ് ഭൂതങ്ങൾ. നമ്പർ 2, സാത്താന്റെ ശക്തിയുടെ പൂരകങ്ങളാണ്. അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. സാത്താന്റെ ശക്തിയുടെ പൂരകങ്ങളാണ് എന്ന് പറയുമ്പോൾ സാത്താന്റെ ശക്തി ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഭൂതങ്ങളാണ്. ഓക്കെ, നമ്പർ 3, സാത്താന്യ തത്വശാസ്ത്രങ്ങളുടെ പ്രദർശനങ്ങളാണ് ഈ ഭൂതങ്ങൾ. Then number 4, ഭൂതങ്ങൾ ദൈവത്തെ എതിർക്കുന്നു. നമ്പർ 5, ദൈവിക പദ്ധതികളെ എതിർക്കുന്നു. നമ്പർ 6, ഈ ഭൂതങ്ങൾ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഭൂതങ്ങളാണ് സത്യത്തിൽ ഈ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കീഴെ വെള്ളത്തിലോ ഉള്ള യാതൊരു വസ്തുവിന്റെയും പ്രതിമ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ അരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സത്യത്തിൽ അതെ, നമുക്കറിയാമല്ലോ, വിഗ്രഹ ആരാധന. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് വിഗ്രഹാരാധന. ന്യായമായും ചിന്തിച്ചു നോക്കൂ. ഇസ്രായേൽ മക്കൾ ഗോൾഡൻ കാഫ്, കാളക്കുട്ടികളെ ആരാധിച്ചു. ദൈവത്തെ മാത്രം ദുഃഖിതനായിരുന്നു. ഇന്നും ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കുറഞ്ഞ വർഷം ഈ ക്ലാസ്സിലെങ്കിലും ഉള്ളവരോട് ഞാൻ അടിവരയിട്ട് പറഞ്ഞു തരട്ടെ, വിഗ്രഹാരാധനയെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഭൂതങ്ങളാണ്. വ്യക്തിപൂജയിലേക്ക് നമ്മുടെ ഒന്നും ചിന്താഗതികൾ വരരുത്. വ്യക്തികളെ ബോസ്റ്റ് ചെയ്യുന്ന, വ്യക്തികളെ വാനോളം ഉയർത്തുന്ന സ്ഥലമാകരുത് നമ്മുടെ സഭകൾ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഒരു വ്യക്തിയെ ബോസ്റ്റ് ചെയ്യുന്ന സ്ഥലം ആകരുത് സഭയും കൺവെൻഷനും ഒക്കെ. യേശു ക്രിസ്തുവിനെ മാത്രമേ ഉയർത്താവൂ. വ്യക്തികളുടെ പൂജയിലേക്ക് വരുന്നതെല്ലാം സാത്താന്യമാണ്, വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധനയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് സാത്താനാണ്, ഭൂതങ്ങളാണ്. നമ്പർ 7, ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ധാരാളം ദുരുപദേശങ്ങളുടെ പിന്നിൽ സാത്താനാണ് പ്രിയരെ.
ശരിക്കും ഭൂതങ്ങൾ ആ ദുരുപദേശത്തിലേക്ക് നമ്മളെ കൂടെ അങ്ങ് ഇറക്കി വിടുക. നമ്മളെ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരികയില്ല. അന്നേരം കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഞാനൊരു ദുരുപദേശത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് അല്പം വൈകും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ പ്രസംഗത്തിൽ പറഞ്ഞു, വി ആർ co-creators with Christ എന്ന്. ക്രിസ്തുവുമായി സഹസൃഷ്ടിതാക്കളാണ് നമ്മൾ എന്ന് ഒരു മനുഷ്യൻ പ്രസംഗിച്ചു കളഞ്ഞു. കേട്ടവർക്കൊക്കെ ആവേശമുണ്ടായി. നമ്മൾ ക്രിസ്തുവിനോട് കൂടെയുള്ള സഹസൃഷ്ടിതാക്കൾ എന്നൊക്കെ കേട്ടാൽ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് ഒരു ആവേശം തോന്നും. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ സൃഷ്ടിതാക്കൾ അല്ല, നമ്മൾ കേവല സൃഷ്ടികൾ മാത്രമാണ്. നമ്മൾ ഉച്ഛ്വസിക്കുന്ന ശ്വാസം തിരിച്ചെടുക്കാൻ പോലും കഴിവുള്ളവരല്ല നമ്മൾ. അത് ദുരുപദേശമായിരുന്നു. അപ്പൊ നമ്മൾ ഒത്തിരി ആഴമായി പഠിക്കണം, ശ്രദ്ധിക്കണം, ചിന്തിക്കണം. അതിനാണ് തിയോളജിയുടെ ക്ലാസ്സിന്റെ ഗുണം. അതാണ് തിയോളജിയുടെ ക്ലാസ് ആയതുകൊണ്ട് നമുക്കറിയാം മറ്റ് ക്ലാസ്സുകൾ പോലെയല്ല. പക്ഷെ ഇതിന് വളരെ ഡെപ്ത് ഉണ്ട്, വളരെ ആഴമുണ്ട്. ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന അനവധി സംഘടനകളെ നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയും? സതുപദേശം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ദുരുപദേശങ്ങളെ എതിർക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ സാത്താനാണ്, ഭൂതങ്ങളാണ് ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എട്ടാമത്തെ കാര്യം, ഭൂതങ്ങൾ വിശ്വാസികളോട് പോരാടുക. ഉണ്ടോ? വിശ്വാസികളോട് പോരാടുന്നത് ഈ ഭൂതങ്ങൾ ആണ്. ഭൂതങ്ങൾ വിശ്വാസികളോട് പോരാടുന്നു എന്നുള്ളത് കൊണ്ട് ജയിക്കുമെന്നൊന്നും ആരും കരുതരുത്. വിശ്വാസികളോട് പോരാടുകയാണ്. 9, പൈശാചിക ജ്ഞാനമായ ഈർഷ്യ, ശാഠ്യം എന്നീ ദുർഗുണങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഒരു വാക്യം വായിച്ചില്ലല്ലോ എന്ന് തോന്നണ്ട. ഇതിനുവേണ്ടി ഓരോന്നിനും വാക്യം വായിച്ച് സമയം കളയിച്ചില്ല. എന്നാൽ അവസാനത്തിനൊന്ന് വായിച്ചു. യാക്കോബിന്റെ ലേഖനം ഒന്നെടുക്കാമോ? യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിനകത്ത്, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം. ഒരു നിമിഷം ഞാനും നിങ്ങളും ഒന്ന് എടുക്കുമ്പോൾ 14-15 വാക്യം ഒന്ന് വായിച്ചു നോക്കി. 14-15. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുതേ. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയത്രേ. ഉണ്ടോ? ഭൗമികവും പൈശാചികവുമായ ജ്ഞാനമാണെന്ന് നിങ്ങൾ തന്നെയാണല്ലോ വായിച്ചത്. ഈ സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും കേട്ടല്ലോ. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം അല്ലവേ അല്ല ഇത്. ഏത്? ഒന്നുകൂടെ വായിക്കൂ. 14-ാം വാക്യം. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ. ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും ചെയ്യുമ്പോൾ ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. അയ്യോ, ഇനിയും വ്യാഖ്യാനിക്കണോ ഞാൻ? വേണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ്സിലുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ഈർഷ്യയോ ശാഠ്യമോ അസത്യത്തിന് കൂട്ടുനിൽക്കുകയോ ഭോഷ്ക് പറയുകയോ ചെയ്യുന്നെങ്കിൽ ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇടണം. ഈർഷ്യ ഹൃദയത്തിൽ വന്നെങ്കിൽ പൈശാചികമാണ്, ദൈവികമല്ല, ഉയരത്തിലെ ജ്ഞാനമല്ല. ശാഠ്യം ഉണ്ടാകുന്നുവെങ്കിൽ പൈശാചികമാണ്. ഉണ്ടോ? സത്യത്തിന് വിരോധമായി പ്രശംസിക്കുന്നെങ്കിൽ പൈശാചികമാണ്. ഭോഷ്ക് പറയുന്നെങ്കിൽ, നുണ പറയുന്നെങ്കിൽ അത് പൈശാചികമാണ്. എങ്കിലും താഴോട്ടൊന്ന് വായിക്കാമോ? നമ്മുടെ ഭാഗമല്ല, ഒന്ന് പഠിക്കാൻ വേണ്ടി. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയത്രേ.
ഈർഷ്യ ശാഠ്യം ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതും ആകുന്നു. ഇത് കൂടുതൽ ഇനിയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് എന്തോ മനസ്സിലായി? നമ്മിൽ പൈശാചിക ജ്ഞാനമാണോ ഉള്ളത് അതോ ദൈവിക ജ്ഞാനമാണോ ഉള്ളത്? നിങ്ങൾ ചിന്തിക്കുക. ആരും സൂവിനകത്ത് ഉത്തരവൊന്നും പറയണ്ട, കാരണം ഇതൊക്കെ ലൈവിൽ പോകുന്നത് കൊണ്ട് പറയണ്ട. നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. അയ്യോ, എന്നിലുള്ള ജ്ഞാനം പൈശാചിക ജ്ഞാനമാണോ, ഭൗമിക ജ്ഞാനമാണോ, പ്രാകൃത ജ്ഞാനമാണോ, അതോ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണോ, ദൈവിക ജ്ഞാനമാണോ എന്ന് വിചിന്തനം ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നെക്സ്റ്റ് റീഡിംഗ്, ദ എൻഡ് ഓഫ് ഡീമൻസ്. സാത്താന്റെ അല്ലെങ്കിൽ ഭൂതങ്ങളുടെ അന്ത്യം എന്ന് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം, യൂദായുടെ ലേഖനം 6-ാമത്തെ വാക്യം, 2 പത്രോസ് 2:4, ലൂക്കോസ് 8:28-33, 4 വാക്യങ്ങൾ വളരെ വേഗം 4 പേര് തന്നെ ഒന്ന് എടുത്താൽ ഉപകാരമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. മതി. ന്യായവിധിയെല്ലാം പുത്രന് നൽകിയിരിക്കുന്നു. അതായത് ഞാൻ കൊണ്ടിരുന്ന പോയിന്റ്, യേശു ക്രിസ്തു സകലത്തെയും ന്യായം വിധിക്കും. യേശുവിന്റെ ക്രൂശിലെ മരണനിമിത്തം സകല സൃഷ്ടികളെയും ന്യായം വിധിക്കും. അതിനകത്ത് ദൂതന്മാര്, ഭൂതങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, യൂദായുടെ ലേഖനം 6-ാമത്തെ വാക്യത്തിൽ ഒരു നമ്പർ 2. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ട് പോയ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിലിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കൂ, അന്ത്യന്യായവിധിക്ക് വേണ്ടി ഭൂതങ്ങളെ ചങ്ങലക്കിട്ട് സൂക്ഷിച്ചിരിക്കുന്നു അന്ധതമസിൽ. ഈ ഭൂതങ്ങൾ കിടക്കുന്ന സ്ഥലത്തിനൊരു പേരുണ്ട്. ഞാനിവിടെ നമ്മുടെ പവർ പോയിന്റിനകത്ത് ഞാനത് കുറിച്ചില്ല, കാര്യം ഇങ്ങനെ പറയേണ്ടി വരുമെന്ന് ഓർത്തില്ല, അതുകൊണ്ടാണ്. ടാർട്ടറസ് എന്നാണ്. ടാർട്ടറസ്, ടാർട്ടറസ്, TARTA, ടാർട്ടറസ്, RUS, ടാർട്ടറസ്. അതായത് അന്ത്യന്യായവിധിക്ക് വേണ്ടി ഭൂതങ്ങളെ ഇട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ടാർട്ടറസ്. അപ്പൊ ശ്രദ്ധിക്കൂ, എൻഡ് ഓഫ് ഡീമൺസ്, അന്ത്യന്യായവിധിക്ക് വേണ്ടി അന്ധതമസിൽ കിടക്കുകയാണ് ദൂതസേനകൾ, ഭൂതന്മാർ. 2 പത്രോസ് 2:4 ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉറപ്പിന് ഞാൻ ഒരു വാക്യം വായിക്കുക. 2 പത്രോസ് 2:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. അതെ, കറക്റ്റ്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ടു നരകത്തിലാക്കി. ദൈവം ആദരിക്കാതെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. മതി. വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ, അത് തന്നെയാണ് യൂദാ 6-ൽ പറഞ്ഞത് തന്നെയാണ് 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിലും പറഞ്ഞത്. അന്ധതമസിൽ ചങ്ങലക്കിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ നാം അത് ശരിയായി ഒന്ന് ഗ്രഹിക്കേണ്ടത് അനിവാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ.
അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധത്തീപ്പൊയ്യയിലേക്ക് തള്ളിയിടും. അവൻ എന്നേക്കും രാപകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. തള്ളിയിടും. അതോടുകൂടെ അവന്റെ അവസാനം കഴിയും. ഭൂതങ്ങളെയും നിത്യപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവസാനം തീപ്പൊയ്കയിലേക്കാണ് ഇടുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം ഒരു നിമിഷം ഒന്ന് എടുക്കാമോ? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 46-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കൂ. മത്തായി 25:46. ഇവർ നിത്യദണ്ഡനങ്ങളിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ഇവർ നിത്യദണ്ഡനത്തിലേക്ക്, അപ്പൊ തീർച്ചയായും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. തീപ്പൊയ്കയിൽ തള്ളിയിടും. എൻഡ് ഓഫ് ഡീമൻസ്, ഭൂതങ്ങളുടെ അവസാനം. ശ്രദ്ധിക്കൂ, ലാസ്റ്റ് ടോപ്പിക് ഭൂതബാധ, ഡീമൻ പോസസ്ഡ് അല്ലെങ്കിൽ എക്സോർസിസം എന്നൊക്കെ പറയും ഇംഗ്ലീഷ്. ഭൂതബാധ. ഈ ഭൂതബാധയ്ക്ക് 3 മേഖലകളുണ്ട്. ഭൂതബാധ എന്ന് പറഞ്ഞാൽ 3 മേഖലകളുണ്ട്. ഒന്നാമത്തേതിന് ഡിമോണിക് ഒപ്രഷൻ എന്ന് പറയും. ഡിമോണിക് ഒപ്രഷൻ, സ്പെല്ലിംഗ് തെറ്റിച്ച് കളയരുത്. ഡിമോണിക് ഒപ്രഷൻ, ഭൂതപീഡ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേന് ഡിമോണിക് ഓപ്പറേഷൻ എന്നാ പറയും, ഭൂതസ്വാധീനത. മൂന്നാമത്തേന് പറയുന്നത് ഡിമോണിക് പൊസഷൻ എന്നാണ്. അതായത് ഭൂതബാധ അല്ലെങ്കിൽ ദുരാത്മബാധ എന്ന് ഇതിന് പറയാൻ കഴിയുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഭൂതങ്ങൾക്ക് പലതും ചെയ്യാനായിട്ട് കഴിയും. ദുരാത്മസ്വാധീനം, ദുരാത്മബാധ, ദുരാത്മപീഡനം ഇവയെല്ലാം ഉണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു വ്യക്തി ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ തുടരുന്നിടത്തോളം കാലം ഒരിക്കലും ഭൂതബാധ ഉണ്ടാകുകയില്ല. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. ലൈവിലായിട്ട് പിന്നെ നിങ്ങൾക്ക് കേൾക്കാം. യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു വ്യക്തി ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ തുടരുന്നിടത്തോളം കാലം ഒരിക്കലും ഭൂതബാധ ഉണ്ടാവുകയില്ല. ശ്രദ്ധിക്കൂ. അപ്പൊ എന്താണ് ഈ ഡിമോണിക് ഒപ്രഷൻ എന്ന് പറഞ്ഞാൽ? ദൈവവൈതലിനെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഭൂതത്തിന്റെ പീഡകളാണ്. അതിനെയാണ് ഈ ഭൂതപീഡകൾ അല്ലെങ്കിൽ ഡിമോണിക് ഒപ്രഷൻ എന്ന് ഒപ്രസ് ചെയ്യുക. ചിലപ്പോൾ നമ്മെ പീഡിപ്പിക്കാൻ വേണ്ടി ഉള്ള ചില നിമിഷങ്ങൾ, ഭയപ്പെടുത്തുക. എന്നാൽ യേശു ക്രിസ്തുവാകുന്ന ഭൂതങ്ങളെ, സാത്താനെ ജയിച്ച വ്യക്തിയുമായി ബന്ധമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ കുറെ ദുസ്വപ്നങ്ങൾ കണ്ടാലും പേടിക്കേണ്ട കാര്യമില്ല. അവകളെ ജയിച്ച യേശു നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഡിമോണിക് ഓപ്പറേഷൻ, ഭൂതപീഡകളുണ്ട്. നമ്പർ 2, ഭൂതസ്വാധീനത, ഡിമോണിക് ഓപ്പറേഷൻ. ഇതെന്താന്ന് ചോദിച്ചാല്, ഒരു ദൈവ പൈതലിനെ മറ്റൊരാളിലൂടെ സ്വാധീനിക്കുകയും അങ്ങനെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുകയും അങ്ങനെ ദുരാത്മാവ് സ്വാധീനം നടത്തി തന്റെ ഇംഗിതത്തിന് ഉപയോഗിക്കുന്ന രീതി ദുരാത്മ പ്രേരണ എന്നും ഇതിന് പറയുന്നുണ്ട്. ദുരാത്മ പ്രേരണ. നമ്മളെ ഏറ്റവും അടുത്ത സ്നേഹിതരിൽ ഒരാള് ഞായറാഴ്ച ദിവസം രാവിലെ ആരാധിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഗസ്റ്റായിട്ട് വന്നാൽ വളരെ മനസ്സുകൊണ്ട് അടുത്ത ഒരാളാണ്. നമ്മൾ ആരാധന ഉപേക്ഷിക്കുവോ?
അതോ കൂട്ടുകാരനെ ഉപേക്ഷിക്കുമോ? ആരാധന, ഈയൊരു ഒരാൾ എന്നോട് പറഞ്ഞത്, ആരാധന പിന്നെയും ചെയ്യാമല്ലോ, കൂട്ടുകാരനെ അന്നേരം അല്ലേ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികളിൽ കൂടെ നമ്മെ സ്വാധീന വലയത്തിൽ കൊണ്ടുവന്ന് ഭൂതങ്ങൾക്ക് നമ്മളെ അടിമപ്പെടുത്തുകയാണ് പതിവ്. അതിനെയാണ് ഡിമോണിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ആരിലൂടെ വേണേലും ആകാം. ഇപ്പൊ നമ്മിൽ അകാരണമായി കോപം ഉണ്ടാക്കിയെടുക്കുക. ചിലപ്പോൾ നമ്മുടെ വസ്തുവിന്റെ അതിരില് ആരെങ്കിലും, നമ്മുടെ അതിരിലുള്ള ആള് എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിക്കുക. നമ്മൾ മൗനം പാലിച്ചെങ്കിൽ പോന്നപ്പോഴാ മറ്റൊരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നമ്മളെക്കാൾ വലിയൊരു ആത്മീയനാന്ന് വിചാരിച്ചു. വെറുതെ വിടരുത്, ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം. അവൻ നമ്മെ പ്രേരിപ്പിച്ചിട്ട് നമ്മളെ കൂടെ പാപം ചെയ്യാൻ വശീകരിച്ചെടുക്കുക. അതൊക്കെ ഭൂതസ്വാധീനതയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നന്ന്, പക്ഷെ തിരിച്ചറിയാൻ പാടാ. ഡിമോണിക് പൊസഷൻ മൂന്നാമത്തേത്, അതായത് ഭൂതബാധ, അതായത് ദൈവാത്മാവിന്റെ സ്വാധീനതയിൽ നിന്നും ദുരാത്മസ്വാധീനത്തിൽ തുടരുന്ന ഒരാൾ കാലക്രമേണ ദൈവത്തിൽ നിന്ന് അകലുകയും സാത്താന്റെ വകയാകുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഈ ചിത്രീകരണത്തെയാണ് ദുരാത്മബാധ അല്ലെങ്കിൽ ഭൂതബാധ എന്ന് പറയുന്നത്. അതായത് ദുരാത്മസ്വാധീനത്താൽ ദുരാത്മാവ് പുറത്തുനിന്ന് ഒരു വ്യക്തിയെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നു. എന്നാൽ ഭൂതബാധ എന്ന് പറയുമ്പോൾ ദുരാത്മാവ് ഒരുവനിൽ പ്രവേശിച്ചിട്ട് അവന്റെ മനസ്സും അവന്റെ ഇച്ഛയും അവന്റെ ശരീരവും ഭൂതങ്ങളുടെ കൺട്രോളിലാക്കി മാറ്റും. പിന്നീട് സ്വയമായി ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിന്നീട് അവൻ എന്താ ചെയ്യുന്നത് അവൻ അറിയത്തില്ല. അതിനെയാണ് ഭൂതബാധ എന്ന് പറയുന്നത്. ഡീമൺ പൊസസ്ഡ്. ഭൂതം ഉള്ളിൽ ആവസിച്ചിരിക്കുക. അപ്പൊ നമ്മുടെ ചിന്താഗതികളെ ഭൂതം പിടിച്ചെടുക്കുന്നു. അതായത് നമ്മുടെ ചിന്തകളിൽ സ്വാധീനം ചെലുത്തുന്നു. നമ്മുടെ ജീവിതത്തിന് മുഴുവൻ നിയന്ത്രണവും ഭൂതങ്ങൾ ഏറ്റെടുക്കുന്നു. ശരീരത്തെ ഭൂതങ്ങൾ നിയന്ത്രിക്കുന്നു. ഇതിനെയാണ് ഡിമോണിക് പൊസഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇതിനെല്ലാം നമുക്ക് വിജയമുണ്ട് എന്നുള്ളത് പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ അവസാനിപ്പിക്കും. ഹൗ ടു ഓവർകം ഡീമൺസ് പൊസസ്ഡ്. ഭൂതബാധയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം. ഇതോടെ നമ്മുടെ ഏഞ്ചലോളജി എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ശ്രദ്ധിക്കൂ. നമ്പർ 1, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെ വായിക്കണ്ട. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ, നിങ്ങളത് ശതമായി മനസ്സിൽ വായിച്ചാൽ മതി, ക്ലാസ്സിൽ വായിക്കണ്ട. എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി മാറിപ്പോകുന്നില്ല എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചില്ലേ? ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ, ഉപവാസത്താലും പ്രാർത്ഥനയാലും ഭൂതബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഞാൻ അതിന് ഉപോത്ബലകമായി മറ്റൊരു കാര്യം കൊടുത്തതാണ്. അതായത് ഭൂതബാധ വന്ന ഒരാളെ നിയന്ത്രിക്കാൻ കായിക ബലം കൊണ്ട് സാധ്യമല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സംഭവിക്കുക. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. പുട്ട് ഓൺ ദി ആർമർ ഓഫ് ഗോഡ്. അല്പം മുമ്പ് നമ്മൾ വായിച്ചതാ, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക. നമ്പർ 3, അപ്പോസ്തലപ്രവൃത്തി 16-18, to command them in the name of Jesus Christ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ കമാൻഡ് ചെയ്യുക, കൽപ്പിക്കുക. ആരോട്? ദുരാത്മാക്കളോട്. ആ ദം എന്ന് ഉപയോഗിച്ചത് ഡീമൻസിന്റെ കാര്യമാണ്. ടു കമാൻഡ് ഡീമൻസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക, വിട്ടുപോകുവാൻ അധികാരത്തോടെ കൽപ്പിക്കുക, സംഭവിക്കുന്നു. നമ്പർ 4, റെവലേഷൻ 12:11. യേശു ക്രിസ്തുവിന്റെ രക്തത്താലും സാക്ഷ്യത്താലും, പിന്നീട് നാം 1-2 വാക്യോട് വായിക്കുമ്പോൾ വചനത്താലും ഞാൻ ജയം പ്രാപിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ജയം പ്രാപിക്കുന്നത്? 1, യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് ജയം. 2, വചനത്താലാണ് ജയം. 3, ജീവിത സാക്ഷ്യമാണ് വിജയത്തിന്റെ ഏറ്റവും പ്രധാന കാര്യം. ജീവിത സാക്ഷ്യം. ജീവിത സാക്ഷ്യമില്ലാത്തവരാരും ഭൂതങ്ങളെ ഇറക്കാനൊന്നും പോയേക്കരുത്. ഭൂതങ്ങൾ നിങ്ങളെ വിവേചിച്ചു കളയും. നിങ്ങളോട് പറയും, നീയാണോ സഹോദര, നീയാണോ സഹോദരി എന്നെ ഇറക്കാൻ വന്നിരിക്കുന്നത്? ഇന്നലെ നീ വീട്ടിൽ കിടന്ന് അടിയുണ്ടാക്കി എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി ഓടത്തേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ജീവിത സാക്ഷ്യം പുലർത്തുന്നവർക്കാണ് ഭൂതങ്ങളെ ജയിക്കാൻ കഴിയുക. 1 Corinthians 10:21 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും ഒരുപോലെ പങ്കാളികളാകരുത്. അതായത് ശരിയായി കർത്തൃമേശയിൽ നിങ്ങൾ പങ്കെടുക്കണം. ശരിയായി മേശയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഭൂതങ്ങൾ സന്നിവസിക്കാൻ സാധ്യതകളുണ്ട്. എത്ര ക്ലിയർ ആണ് വിശുദ്ധ ബൈബിൾ. ഹൗ ടു ഓവർകം ഡീമൺസ്. എങ്ങനെയാണ് ഈ ഭൂതങ്ങളെ ജയിക്കാൻ കഴിയുക? ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, സർവായുധവർഗം ധരിക്കുന്നതിലൂടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തെ അധികാരത്തോടെ കൽപ്പിക്കുന്നതിലൂടെ, അപ്പോൾ തന്നെ യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ വചനത്തിൽ, ജീവിത സാക്ഷ്യത്തിലൂടെയാണ് നമുക്ക് ജയിക്കാൻ കഴിയുക. ശരിയായ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിലൂടെയും നമുക്ക് ജയിക്കാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഏഞ്ചലോളജി എന്ന ക്ലാസ് ഇവിടെ അവസാനിച്ചു. ദൈവം അനുവദിച്ചാൽ അടുത്ത ബുധനാഴ്ച നമുക്ക് ആന്ത്രപ്പോളജി അല്ലെങ്കിൽ നരവംശാസ്ത്രം, മനുഷ്യശാസ്ത്രമാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓവർ ടു പാസ്റ്റർ ലാലുജിക്ക്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും സഹായിച്ചുവല്ലോ. പ്രത്യേക നന്ദിയുണ്ട്. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഡിസ്ട്രിക്ട് കൺവെൻഷനും ജനറൽ കൺവെൻഷനുകളും ഒക്കെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ അറ്റൻഡൻസ് വളരെ കുറവാണ്. എങ്കിലും ഇത്രത്തോളം പേർ ജോയിൻ ചെയ്യുന്നുവല്ലോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ പ്രിയ സിസ്റ്റർ ഷീല ബാബുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അവരെയൊക്കെ സൗഖ്യമാക്കട്ടെ. ദൈവം സഹായിച്ചാൽ നമ്മുടെ 29 നടക്കുന്ന പ്രോഗ്രാമിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും കടന്നു വരികയും ചെയ്യുക. കർത്താവ് സഹായിച്ചാൽ നാളെ നമ്മുടെ പാസ്റ്റർ ഷാജി ഡാനിയൽ, പാസ്റ്റർ ജെഫ്രി ജേക്കബ് എന്നിവരൊക്കെ അവിടുന്ന് യാത്ര തിരിക്കുന്നു. ദൈവമെല്ലാം നല്ല യാത്ര കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ് ക്ലാസ് എടുക്കുന്നതാണ്. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് കർത്താവേ, ഞങ്ങളെ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ സ്തോത്രം. ദൈവം കൊടുത്ത എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. ജോയിൻ ചെയ്ത് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. തുടർന്ന് ഹോസ്പിറ്റലായിരിക്കുന്ന ആ കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു. വളരെ ആത്മാർത്ഥതയോടെ ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്ന ആ പ്രിയ സഹോദരിക്ക് കർത്താവ് സൗഖ്യവും ആരോഗ്യവും കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തന്റെ പിതാദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ആ പ്രോഗ്രാമിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമാക്കണമേ. ഞങ്ങൾ കർത്താവെ മുഖാമുഖം കണ്ടിട്ടില്ലെങ്കിലും ഈ അവസരങ്ങളിൽ എല്ലാവരും മുഖാമുഖം കണ്ട് കർത്താവിൽ സന്തോഷിപ്പാൻ സ്വർഗമിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം. സകലമാനും മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാവർക്കും നന്ദി. എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.